സ്റ്റോക്ക് മാർക്കറ്റിൽ പണമുണ്ടാക്കാൻ എങ്ങനെ തുടങ്ങാം? പലർക്കും തോന്നും ഇത് വളരെ റിസ്ക് ഉള്ള കാര്യമാണെന്ന്. ചിലർ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് അതൊരു ഗാംബ്ലിംഗ് ആണെന്നാണ്. പക്ഷേ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഇതിലൂടെ സ്ഥിരമായ വെൽത്ത് ഉണ്ടാക്കാനാകും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെ ഒരാൾ സീറോ എക്സ്പീരിയൻസിൽ നിന്നും സ്റ്റോക്ക് മാർക്കറ്റ് വഴി പണം ഉണ്ടാക്കാമെന്ന്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ആദ്യം ബേസിക്സ് മനസ്സിലാക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് കമ്പനികളുടെ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു കമ്പനി നല്ല പെർഫോമൻസ് കാട്ടുമ്പോൾ അതിന്റെ ഷെയർ വില ഉയരും. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റും കിട്ടും. അതായത് ഒരു കമ്പനി വളരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പണം കൂടി വളരും. സ്റ്റോക്ക് മാർക്കറ്റ് വഴി പണം ഉണ്ടാക്കുന്നത് രണ്ട് വഴിയിലൂടെയാണ്. നമ്പർ 1 ട്രേഡിംഗ്, ഷോർട്ട് ടൈം ബൈ ആൻഡ് സെൽ. നമ്പർ 2 ഇൻവെസ്റ്റിംഗ്, ദീർഘകാലം ഷെയർ കൈവശം വെക്കൽ. പുതിയവർക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ട്രേഡിംഗിൽ ചാടുന്നതിന് മുന്നേ ഇൻവെസ്റ്റിംഗ് മനസ്സിലാക്കുക എന്നതാണ്. ഇപ്പോൾ ചോദ്യം എങ്ങനെ തുടങ്ങാമെന്നാണ്. സ്റ്റെപ്പ് നമ്പർ 1 ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കുക. സെറോദ, ഗ്രോ, ഏഞ്ചൽ വൺ പോലുള്ള ആപ്പുകൾ വഴി 10 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം. സ്റ്റെപ്പ് 2 ബേസിക് നോളജ് നേടുക. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ് തുടങ്ങിയ വാക്കുകൾ അറിയണം. പക്ഷെ തുടക്കത്തിൽ അവയെക്കുറിച്ച് ബേസിക്സ് മനസ്സിലാക്കുക. യൂട്യൂബ്, ഫ്രീ കോഴ്സസ്, ഇൻവെസ്റ്റോപീഡിയ ഇതിലൊക്കെ റെഫർ ചെയ്താൽ നിങ്ങൾക്കൊരു സഹായമാകും. സ്റ്റെപ്പ് നമ്പർ 3 പേപ്പർ ട്രേഡിംഗ് അഥവാ വിർച്വൽ ട്രേഡിംഗ്. ഇതൊരു പ്രാക്ടീസ് മോഡ് പോലെയാണ്. യഥാർത്ഥ പണം ഇല്ലാതെ തന്നെ മാർക്കറ്റ് ഫീൽ കിട്ടും. സ്റ്റെപ്പ് നമ്പർ 4 സ്മോൾ എമൗണ്ടിൽ തുടങ്ങുക. 500 രൂപ തൊട്ട് 1000 രൂപ റേഞ്ച് വരെ തുടങ്ങി പഠിക്കുക. അതാണ് സേഫസ്റ്റ് വേ. ഓക്കെ, ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ഇനി എങ്ങനെ ആക്ച്വൽ മണി ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനകത്ത് 3 പ്രധാന മാർഗങ്ങളുണ്ട്. നമ്പർ 1 ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. TCS, ഇൻഫോസിസ്, HDFC ബാങ്ക് പോലുള്ള നല്ല കമ്പനിയിലേക്ക് ദീർഘകാലം ഇൻവെസ്റ്റ് ചെയ്യുക. 10 വർഷം കഴിഞ്ഞാൽ കമ്പൗണ്ടിംഗ് കൊണ്ട് വലിയ ഗ്രോത്ത് കിട്ടും. നമ്പർ 2 സ്വിംഗ് ട്രേഡിംഗ്. 2 തൊട്ട് 10 ദിവസത്തിനുള്ളിൽ ഷെയർ വിലയിൽ വരുന്ന ചലനങ്ങൾ ഉപയോഗിച്ച് പ്രോഫിറ്റ് നേടാം. ഇത് കുറച്ച് ലേണിംഗ് ആവശ്യമുള്ള ഒരു ട്രേഡിംഗ് ആണ്. നമ്പർ 3 ഡിവിഡൻഡ്സ് ആൻഡ് ബോണസ് ഷെയർസ്. കമ്പനികൾ ലാഭം പങ്കിടുമ്പോൾ നിങ്ങൾക്കും ഒരു ഭാഗം കിട്ടും. അതായത് ചുമ്മാ ഇരുന്നാലും പണം അതിന്റെ വഴിക്ക് വരും. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ നോക്കാം. എല്ലാത്തിനും പോലെ സ്റ്റോക്ക് മാർക്കറ്റിംഗിനും റിസ്ക് ഉണ്ട്. റൂമേഴ്സ് കേട്ട് ഒരിക്കലും വാങ്ങാതിരിക്കുക. ഇമോഷണൽ ഡിസിഷൻസ് ഒഴിവാക്കുക. ഷോർട്ട് കട്ട്സ് ഇല്ല, പേഷ്യൻസ് ആണ് ഇതിനുള്ള കീ. മാർക്കറ്റ് താഴെ ഇറങ്ങുമ്പോൾ ഭയപ്പെടരുത്. അതാണ് ലോങ് ടേം ഇൻവെസ്റ്ററിന്റെ പവർ. വില താഴുമ്പോൾ ഗുഡ് കമ്പനീസിനെ വാങ്ങുന്നത് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് ടിപ്സ് നോക്കാം. ഒരാഴ്ചയിൽ അകത്തുള്ള മാർക്കറ്റ് ന്യൂസ് വായിക്കാൻ തുടങ്ങുക. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ നോക്കൂ. ഒരു കമ്പനിയിൽ മുഴുവൻ പണവും ഇടാതിരിക്കുക. SIP വഴി റെഗുലർ ഇൻവെസ്റ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനെയൊക്കെ കുറിച്ച് ഒരു പഠനം നടത്തുക. മാർക്കറ്റിനെ ലവ് ചെയ്യാനാണ് പഠിക്കേണ്ടത്, അല്ലാതെ പേടിക്കാനല്ല. അപ്പോൾ ഗൈസ്, ഇനി നിങ്ങൾക്കും സ്റ്റോക്ക് മാർക്കറ്റ് വഴി പണം ഉണ്ടാക്കാം. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക ആൻഡ് ഗ്രോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.